അങ്ങനെ പോയിട്ട് പിന്നെ ബദറുണ്ടായല്ലോ. എന്തിനാ ബദറുണ്ടായത് നിങ്ങൾക്കറിയാം? ഇന്നലെ ബദറായിരുന്നു. ഇന്നലെ പോയപ്പോൾ ബദറുണ്ടായത് അബൂ സുഫിയാൻ്റെ കച്ചവട സംഘത്തെ പിടിക്കാനല്ലേ ആദ്യം പോയത്. എന്തിനാ പിടിക്കണത്? മോശമല്ലേ അങ്ങനെ പിടിക്കണത്? ഒരു കച്ചവടത്തിനോടൊക്കെ പിടിക്കാൻ പാടുണ്ടോ എന്നൊക്കെ ഒന്ന് ചിന്തിച്ചുകൂടെ നിങ്ങൾക്ക്? എന്താ നിങ്ങൾക്കൊന്ന് ഒന്ന് ചിന്തിച്ചാൽ എന്താ കുഴപ്പം? അബൂ സുഫിയാൻ്റെ ഈ കച്ചവട സംഘം എന്താ നിങ്ങൾക്കറിയോ? 40-40 ആളുള്ള കച്ചവട സംഘത്തിൻ്റെ ലക്ഷ്യം, അതിൽ കുറേശികൾക്കൊക്കെ എല്ലാവരും അതിൽ പണം മുടക്കിയിട്ടുണ്ട്. അതിൻ്റെ ലാഭം മുസ്ലിങ്ങളെ മദീനത്തിൽ നിന്ന് തകർക്കാൻ വേണ്ടി ചെലവഴിക്കാൻ വേണ്ടിയായിരുന്നു. ഹിജറ പോയിട്ടും വിടൂല എന്നുള്ളതാണ് സംഭവം. ആ ലാഭമൊക്കെ അതിനു വേണ്ടിയാണ്. മദീനത്തേക്ക് പോയില്ലേ, മദീനത്ത് പോയലോട് ഏറ്റുമുട്ടി ഓരോ തകർക്കാൻ വേണ്ടി വിനിയോഗിക്കാനാണ് ലാഭം എന്നാണ് തീരുമാനം. ആ വിവരം റസൂലുള്ളാഹിക്ക് അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്നിട്ട് അറിയിച്ചു കൊടുക്കുകയാണ് മകത്തുനിന്ന്. എളാപ്പ അബ്ബാസ് ഓല ദൃഷ്ടിയിൽ കാഫറാണ്, അപ്പം അസ്റാറുകളൊക്കെ അറിയും, അതിനാണ് പോയത്. അങ്ങനെ പോയി ബദറുണ്ടായി. ബദറിൽ നല്ലൊരു തിരിച്ചടി അല്ലാഹു തആല അവർക്ക് കൊടുത്തു. ചരിത്രമൊക്കെ നിങ്ങളിതിൽ കേട്ടില്ലേ. പിന്നെ 3-ാമത്തെ കൊല്ലം ഉഹദ് ഉണ്ടായി. ചെറിയ തിരിച്ചടി ആർക്ക് കൊടുത്തു? അല്ലാഹു തആല മുസ്ലിമീങ്ങൾ കൊടുത്തു. കാരണം കുറഞ്ഞൊരു അനുസരണക്കേട് കാട്ടി. മലയിൽ നിൽക്കാൻ പറഞ്ഞാൽ ഒരു ഒനിമത്ത് കണ്ടപ്പോൾ ഇതിന് ഓടി വന്നു. അപ്പോൾ ഒരു അടി അല്ലാഹു തആല അവിടെ മുസ്ലിങ്ങൾക്ക് ചെറുതായിട്ട് കൊടുത്തു. 4-ാമത്തെ കൊല്ലം സുഖസുന്ദരമായിട്ടൊരു ബദറുണ്ടായി, വിജയം ഉണ്ടായി. 5-ാമത്തെ കൊല്ലം ഖന്തക്ക് ഉണ്ടായി.